അടിപൊളിയാണ്, സൂപ്പറാണ്, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. തന്മാത്ര കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇതുപോലൊരു മൂവി കാണുന്നത്. കാരണം അത്ര സെറ്റപ്പായിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ആ ഡയറക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടനെ എടുത്തു പറയേണ്ടതാണ്. കാരണം പഴയ നമ്മളെ NN പിള്ള സാറിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അസാധ്യ പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഓരോ ഫ്രെയിമും. നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മളെ വിജയരാഘവൻ ചേട്ടൻ. നല്ല ആക്ടിങ്, എല്ലാം കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം. ഇപ്പോൾ വന്നിരിക്കുന്ന പടങ്ങളിലെ ആ പാറ്റേണിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സസ്പെൻസ് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. ഓണത്തിന് ഇറങ്ങിയ എല്ലാ പടം ഹിറ്റ്. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയുണ്ട്? ഇത് ഹിറ്റാവും തീർച്ചയായിട്ടും. കാരണം ഒരു ട്വിസ്റ്റുകളുണ്ടല്ലോ, നല്ല ട്വിസ്റ്റുകളുണ്ട്. പിന്നെ വിജയരാഘവൻ, ആസിഫ് അലി, അവർ രണ്ടാളും മെയിനായിട്ട്, പിന്നെ നായിക, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് തുടക്കം കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത പ്ലോട്ടാണ്. അപർണ ബാലമുരളി, വിജയരാഘവേട്ടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ, കോട്ടയം രമേശ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മറവിയെ കേന്ദ്രീകരിച്ച്, നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥയായ മറവിയെ കേന്ദ്രീകരിച്ച് ഒരു ചിത്രം ഇത്ര കൈയടക്കത്തോടുകൂടി, ആദ്യം നല്ല സ്ലോയിലാണ് പോകുന്നത്. നമ്മളപ്പോൾ തോന്നും ഇതെങ്ങനെയാണ് തീരുന്നത് എന്നുള്ളത്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ, ഈ ഒരു കഥയുടെ ബലം വരുന്നത്. ആസിഫ് അലിയൊക്കെ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വിജയരാഘവൻ സാറ് നമ്മൾ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറിട്ടൊരു അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അപർണ. ഇവർ 3 പേരിലൂടെയാണ് കഥ പോകുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു രസം പറഞ്ഞ്